التمسك بالأثر نجاه. 74-ാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? മാ അത്വലു സൂറത്തിൻ ഫിൽ ഖുർആനിൽ കരീം. ഖുർആനുൽ കരീമിലെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ദൈർഘ്യമുള്ള, വലിപ്പമുള്ള സൂറത്ത് ഏതാണ്? എന്താണ് അതിന് ഉത്തരം? അത് ജവാബ് സൂറത്തുൽ ബഖറ. ഉത്തരം സൂറത്തുൽ ബഖറ. ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നുള്ള അർത്ഥമാണ്. ആ സൂറത്ത്, അതായത് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ മുസാഫിൽ നമ്മൾ രണ്ടാമത് കാണുന്ന സൂറത്ത്. ആ സൂറത്തിൽ ഒരു പശുവുമായി ബന്ധപ്പെട്ടൊരു സംഭവം, മൂസ അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ബനു ഇസ്രായേലുകാരുമായി നടന്നൊരു സംഭവം വിശദീകരിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് അങ്ങനെ ഒരു പേര് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സൂറത്തുൽ ബഖറ എന്നറിയപ്പെടുന്ന ഈ സൂറത്താണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിപ്പമുള്ള സൂറത്ത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. 286 ആയത്തുകൾ ഈ സൂറത്തിലുണ്ട്. നമ്മൾ ജുസ്ഉകൾ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ 2 ജുസ്ഇലധികം, ഏകദേശം 2.5 ജുസ്ഓളം അല്ലെങ്കിൽ 2.25 ജുസ്ഓളം ഈ സൂറത്ത് അത്രയും വിശാലമായി പരന്നു കിടക്കുന്ന വലിയൊരു സൂറത്ത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ സൂറത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ശ്രേഷ്ഠതകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ചിലത് മാത്രം, ഒരുപാടുണ്ട്, ചില പ്രധാനപ്പെട്ട ശ്രേഷ്ഠതകൾ മാത്രം വേഗത്തിൽ എടുത്തു പറയാൻ ഉദ്ദേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിയകലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ വീടുകളെ ഒന്നും ഖുർആനൊന്നും ഓതപ്പെടാത്ത കബറിടങ്ങൾ പോലെ ആക്കരുത്. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്താൽ ആ വീടുകളിൽ നിന്ന്, അത്തരം വീടുകളിൽ നിന്ന് ശൈത്താൻ ഓടിയകലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാം. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഖ്റഉ സൂറത്തുൽ ബഖറ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. മുസ്ലിമീങ്ങളെ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഫഇന്ന അഖ്ദഹ ബറക. ആ സൂറത്ത് ഒരാൾ മുറുകെ പിടിക്കുക, അതൊരാൾ കരസ്ഥമാക്കുക എന്നുള്ളത് ബറക്കത്തുൻ, അത് ബറക്കത്താണ്. വതർക്കഹ ഹസ്ര. ഒരാൾ അത് വിട്ടുകളയുക, പാഴാക്കി കളയുക എന്നുള്ളത് ഹസ്ര, നഷ്ടവുമാണ്. വലാ തസ്തതീഉഹൽ ബതല. ബതല എന്ന് പറഞ്ഞാൽ സിഹർ ചെയ്യുന്ന ആളുകൾ, അവർക്കൊരിക്കലും ഈ സൂറത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ഒരാളിപ്പോൾ സിഹർ ബാധിച്ചു എന്നല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ആളുകൾ സിഹർ ചെയ്യുന്ന ആളുകൾ വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതിൻ്റെ പരിണിത ഫലങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളും ധാരാളമുണ്ട്. നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ പലപ്പോഴും എത്രയോ വർഷങ്ങളായി വേദനയും രോഗങ്ങളും പ്രയാസങ്ങളുമായി നടക്കുന്ന കുടുംബക്കാരെ നമുക്കറിയാം. പല ചികിത്സകൾ ചികിത്സിച്ചിട്ടും, പല ടെസ്റ്റുകൾ നടത്തിയിട്ടും, പല സ്കാനിങ്ങുകൾ ചെയ്തിട്ടും എന്താണ് രോഗം എന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത പല കുടുംബക്കാരെ നമുക്ക് പരിചയമുണ്ടാവും. അതിൽ എല്ലാം എന്നല്ല, ഭൂരിഭാഗവും ഇത്തരം സിഹറിൻ്റെ അനന്തരഫലങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. അത്തരം രോഗങ്ങൾ ചികിത്സിക്കാൻ എന്തു മതിയാകും? സൂറത്തുൽ ബഖറ. കാരണം സൂറത്തുൽ ബഖറയ്ക്ക് മുന്നിൽ ഒരു സാഹിറിൻ്റെ സിഹറിനും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തരാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു തരുന്നതായി കാണാം, ഇന്ന ലികുല്ലി ഷൈഇൻ സിനാമ. എല്ലാ കാര്യത്തിനും അതിനൊരു എന്തുണ്ട്? ഒരു പൂന, ഒട്ടകത്തിന് പൂന പോലെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അതിൻ്റെ ഉയർന്നു നിൽക്കുന്ന അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എല്ലാത്തിനും ഉണ്ട്. വൈന്ന സിനാമൽ ഖുർആനി സൂറത്തുൽ ബഖറ. ഈ ഖുർആനിൻ്റെ സിനാമ, അതിൻ്റെ പൂന പോലെ, അതിൻ്റെ മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് സൂറത്തുൽ ബഖറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ വേറെയും ഒരുപാട് പ്രത്യേകതകൾ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്, ഇഖ്റഉ അസ്സഹറാവൈൻ. നിങ്ങൾ തിളങ്ങുന്ന അല്ലെങ്കിൽ പ്രശോഭിതമാകുന്ന 2 സൂറത്തുകളെ
നിങ്ങൾ എപ്പോഴും ഓതണം. ഏതാണ് രണ്ട് കാര്യങ്ങൾ? സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും. എന്നുവെച്ചാൽ മുസാഫിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സൂറത്തുകൾ. എന്താ കാരണം പറയുന്നത്? ഫൈന്നഹുമാ തഅ്തിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമത്താൻ ഔ കഅന്നഹുമാ ഗയായത്താൻ ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ ത്വയ്രിൻ സവാഫ്. നബി പറയുന്നത് ഈ രണ്ട് സൂറത്തുകൾ അത് ഖിയാമത്ത് നാളിൽ വരും. എങ്ങനെ വരികയെന്നറിയോ? അത് 3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നുകിൽ അത് 2 മേഘങ്ങൾ പോലെ, അല്ലെങ്കിൽ 2 പക്ഷിക്കൂട്ടങ്ങൾ പോലെ, അല്ലെങ്കിൽ 2 തണലുകൾ പോലെ. ഈ 2 മേഘങ്ങൾ അല്ലെങ്കിൽ കാർമേഘങ്ങൾ അല്ലെങ്കിൽ 2 തണലുകൾ അല്ലെങ്കിൽ 2 പക്ഷിക്കൂട്ടങ്ങൾ ഇതുപോലെ ഈ സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും ഓതുന്ന ഒരാൾക്ക് വേണ്ടി ഈ 2 സൂറത്തുകൾ ഹാജരാവും. എന്നിട്ടോ തുഹാജാനി അൻ സാഹിബിഹി അൻ അസ്ഹാബിഹിമ, ഈ 2 സൂറത്തുകൾ ആ 2 സൂറത്തുകൾ ഓതി അത് മനഃപ്പാടമാക്കാൻ ശ്രമിച്ച് അതിനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി ഈ സൂറത്തുകൾ അള്ളാഹുവിനടുക്കൽ തർക്കിക്കും എന്ന് പറഞ്ഞാൽ ശുപാർശ പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തരാം. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ആയത്തുൽ കുർസി എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മികച്ച ആയത്ത് അത് ഈ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ്. അതേപോലെ ചില ഹദീസുകളിൽ ഈ സൂറത്തുൽ ബഖറ ഓതിയപ്പോൾ മലക്കുകൾ ഇറങ്ങി വന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുത്തൊരു സംഭവം. അതൊരു വലിയൊരു സംഭവമാണ്. അതിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സ്വഹാബി സൂറത്തുൽ ബഖറ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാത്രി. അപ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്തോ ഒരു അനക്കം കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കെട്ടിയിട്ട കുതിര അത് വെപ്രാളപ്പെടുകയാണ്. അപ്പോൾ ഈ കുതിരൻ്റെ വെപ്രാളം, അതിൻ്റെ ചാട്ടവും വെപ്രാളമൊക്കെ കണ്ടിട്ട് അയാളുടെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഓത്ത് നിർത്തുകയാണ്. ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ കുതിര വെപ്രാളപ്പെട്ടത് ആകാശത്തു നിന്ന് മലക്കുകൾ ഇറങ്ങിയതുകൊണ്ടാണ്, ആ മലക്കുകളെ കുതിര കണ്ടതുകൊണ്ടാണ്. അത് താങ്കളുടെ ഖുർആൻ പാരായണം കേൾക്കാൻ, സൂറത്തുൽ ബഖറ താങ്കൾ ഓതിയത് കേൾക്കാൻ വേണ്ടി ഇറങ്ങി വന്ന മലക്കുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ സൂറത്തുൽ ബഖറ നമുക്കത് മുഴുവൻ വിശദീകരിക്കുക ഒരിക്കലും പ്രാക്ടിക്കലല്ല. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ വേഗത്തിലൊന്ന് പറയാം, ഒരു ആകത്തുക മനസ്സിലാകാൻ, എന്താണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാവാൻ. അതിനാദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ സംബന്ധിച്ച്, ഖുർആനിൽ യാതൊരു സംശയവുമില്ല അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിനെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത്. പിന്നെ അതിനുശേഷം ഈമാനുള്ളവരുടെ വിശേഷണങ്ങൾ, അതിനുശേഷം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളുടെ വിശേഷണങ്ങൾ, അതിനുശേഷം മുനാഫിക്കുകളുടെ വിശേഷണങ്ങൾ. മുനാഫിക്ക് എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരവർ നടക്കൂല, ഉള്ളിൽ ഈമാൻ ഉണ്ടാവില്ല, പക്ഷെ പുറമേക്ക് ഈമാൻ ഉള്ളതുപോലെ നടിക്കുന്ന ആളുകൾ, അവരുടെ വിശേഷണങ്ങൾ ധാരാളം ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ വരുന്നുണ്ട്. അതിനുശേഷം ആദം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതും ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ മാറി നിന്നതും, അവർ രണ്ടുപേരും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും, പിന്നെ അവിടെ നിന്ന് അവർ ആ പഴം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് കഴിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതും, അങ്ങനെ ഭൂമിയിലേക്ക് അവരെ പറഞ്ഞയക്കുന്നതും, അങ്ങനെ തുടങ്ങി അതിനുശേഷം ജൂതന്മാരുടെ ചരിത്രങ്ങൾ, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ആ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓരോന്നിറന്ന് പറഞ്ഞാൽ തീരാത്തത്രയും ഒരുപാട് വിഷയങ്ങൾ, വിധിവിലക്കുകൾ ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൂറത്ത് നമ്മൾ ഇത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ അത് പാരായണം ചെയ്തുകൊണ്ടാണെങ്കിലും മനഃപ്പാടമാക്കിയിട്ട് അതിൻ്റെ ആശയം പഠിച്ചിട്ടാണെങ്കിലും ജീവിതത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടാണെങ്കിലും ഒക്കെ പരമാവധി ഈ 2 സൂറത്തുകൾ നമ്മൾ മുറുകെ പിടിക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ നിത്യജീവിതത്തിൽ കടന്നു വരുന്ന മേഖലകളുണ്ടാവും. ഉദാഹരണത്തിന് ആയത്തുൽ കുർസിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ ഫർദ് നിസ്കാര ശേഷവും ചൊല്ലേണ്ടതുണ്ട്. അത് അവന് സ്വർഗം ലഭിക്കുക, അങ്ങനെ ഓതുന്നവന് അവന് സ്വർഗത്തിലേക്ക് എത്താൻ അവൻ്റെ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമാകുന്നില്ല എന്നുള്ള ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ മറ്റൊരു കാര്യമാണ് ഈ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ.
അതിൻ്റെ വിശ്വാസം പഠിപ്പിച്ചെന്ന് മൻ ഖറഅ ബിൽ ആയത്തൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു. ഒരാൾ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഓതിയിട്ടുണ്ടെങ്കിൽ, പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ, കഫതാഹു, അവൻ ആ രാത്രിയിൽ ഈ 2 ആയത്തുകൾ തന്നെ മതിയാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മനഃപ്പാഠമാക്കാനും കൃത്യം മറന്നു പോവാതെ ഓതാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ 2 സൂറത്തുകൾ ശരിക്ക് അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി, അങ്ങനെ ഈ പരലോകത്ത് നമുക്ക് ഈ 2 സൂറത്തുകൾ ശുപാർശ പറയുന്ന ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വളരെ മഹത്തരമായ കാര്യമാണ്. എത്രത്തോളം സ്വഹാബികൾ പോലും ഈ 2 സൂറത്തുകൾ പഠിക്കുന്ന ആൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വഹാബികളിൽ ഒരാൾ സൂറത്തുൽ ബഖറയും ആലി ഇമ്രാനും പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർ വെറുതെ കാണാതെ ബൈഹാട്ടാക്കൽ മാത്രമല്ല, അവർ കാണാതെ പഠിക്കുന്നതിനോടൊപ്പം അതിലെന്തൊക്കെ പ്രാക്ടിക്കലായി അമൽ ചെയ്യാനുണ്ട്, അതിൻ്റെ ആശയം എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തിയിട്ടാണ് അവർ പഠിക്കുക. അവരുടെ പഠനം അങ്ങനെയാണ്, സ്വഹാബത്തിൻ്റെ ഖുർആൻ പഠനം അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സൂറത്തുൽ ബഖറയും ആലി ഇമ്രാനും പഠിച്ചു കഴിഞ്ഞാൽ അവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മികച്ച ആളുകളായി, ഏറ്റവും ആദരിക്കപ്പെടേണ്ട മഹത് വ്യക്തിത്വങ്ങളായിട്ടാണ് ഞങ്ങൾ അവരെ കണക്കാക്കിയിരുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആനിൽ തന്നെ ഏറ്റവും മികച്ച 2 സൂറത്തുകളാണ് സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാൻ. വേറെ ഒരുപാട് അതിനെ സംബന്ധിച്ച്, സൂറത്തുൽ ബഖറയെ സംബന്ധിച്ച് വേറെ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ചുരുക്കത്തിൽ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം.